പണ്ട് അമ്മയും അമ്മമ്മയും വെളിച്ചെണ്ണ വയ്ക്കാനും താളി വയ്ക്കാനൊക്കെ പറയുമ്പോൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ. ഒന്നും അനുസരിക്കില്ലായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴാണെന്നെങ്കിൽ ഷാമ്പൂവിന് പകരം സോപ്പൊക്കെ തേച്ചിട്ട് മോഡേൺ ആയിട്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ മോഡേൺ ആയി കുറച്ച് കഴിഞ്ഞ് മുടി കൊഴിച്ചിലൊക്കെ വന്നപ്പോഴാട്ടോ മനസ്സിലായേ വെളിച്ചെണ്ണയൊക്കെ തേക്കണം എന്നുള്ളത്. കുറച്ച് വലുതായപ്പോൾ അങ്ങോട്ട് വെളിച്ചെണ്ണയൊക്കെ തേക്കാൻ തുടങ്ങി. എന്നാലും തന്നെ വെളിച്ചെണ്ണ തേച്ച് നടക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലേ. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിലോട്ട് ഒക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ താളി ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ആരുമില്ല, നമ്മൾ തന്നെ ഇറങ്ങണമെന്ന് ഇറങ്ങത്. അപ്പോൾ പിന്നെ ഇന്നൊരു താളി കേട്ടോ. താളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് നല്ല രീതിക്ക് ചെമ്പരത്തിയും എടുക്കുക, ചെമ്പരത്തിയിലയും എടുക്കുക, നല്ലോണം എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്യണേ. ഈ താളിയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കിടക്കുമ്പോഴല്ലേ നല്ലൊരു ഉറക്കം വരും. നല്ല തണുപ്പാണല്ലോ താളിക്ക്, നല്ല രീതിക്ക് ഉറക്കം വരുവേ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് എൻ്റെ മുടി കണ്ട് വെട്ടിക്കളയും. മുടി വളരും, വെട്ടും, ഇതന്നെ പണി. അപ്പം അങ്ങനെ വെട്ടിയതാട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. എനിക്ക് അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നേ. അത് ഞാൻ ലാസ്റ്റ് ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഹെയർ കട്ട് ചെയ്തതിൻ്റെ പോസ്റ്റും ഞാൻ ചെയ്യണ്ട കേട്ടോ. ഈ കാണുന്ന ചെമ്പരത്തിനെക്കാട്ടും നല്ലതാണ് കേട്ടോ ചുവന്ന കളറിലെ ചെമ്പരത്തി. അതെനിക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടേ. ഇത് നേരെ പോയിട്ട് തിരുമണ കല്ലിൽ കൊണ്ടുപോയിട്ട് ഉരയ്ക്കരുത് കേട്ടോ. നല്ല വൃത്തിക്ക് കഴുകണേ. ഞാനത് കഴുകിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ്. നല്ല വൃത്തിക്ക് എന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് കഴുകണം. എന്ന് വെച്ചാൽ പൊടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പിന്നെ അത് മതി, ചൊറിയൊക്കെ ചെയ്യുക. നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം. ഞാൻ പിന്നെ മിക്സിയിൽ അടിക്കാൻ മടിയായതുകൊണ്ട് നേരിട്ട് തിരുമണ കല്ലിൽ തന്നെ നല്ല രീതിക്ക് ഉരച്ച്, ആദ്യം തിരുമണ കല്ലും കൂടെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകണേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ അതിലൊരു കൊഴുപ്പ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ കപ്പിൽ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ട് നല്ലോണം ഉരയ്ക്കുക. എന്നിട്ട് കപ്പിലിടുക. നല്ലോണം നമ്മളൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് എത്രയാണോ ആ ചെമ്പരത്തിയിൽ നിന്ന് കിട്ടുന്നത് അത്രയും നമ്മൾ ഉരച്ച് അത്രയും കൊഴുപ്പെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല ഇതിന് തിക്നെസ് കൂടുമ്പോഴേ നമ്മുടെ തലയിൽ ഒരു ഷാമ്പു പോലെയൊക്കെ വർക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് ആവില്ല. അപ്പം നല്ല രീതിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ താളി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരും കേട്ടോ. പിന്നെ നേരെ കൊണ്ടുവരിക, ഇങ്ങനെ തേച്ച് കൊടുക്കുക, നല്ല രീതിക്ക് മസാജ് ചെയ്യുക. എന്നിട്ട് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മുന്നുണ്ടായിരുന്ന ഹെയറിൻ്റെ ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.